ശിവൻ ഹിന്ദു പുരാണങ്ങളിലെ ത്രിമൂർത്തികളിൽ ഒരാളായ സംഹാരമൂർത്തി, ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമാണ്. ഈ സ്വഭാവം നിരവധി പുരാണ കഥകളിൽ പ്രതിഫലിക്കുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും ശിവന്റെ കോപത്തിന് ഇരയായിട്ടുണ്ട്. ശതരൂപയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ബ്രഹ്മാവിന് അഞ്ചാമതൊരു ശിരസ് ഉണ്ടായി. പിന്നീട് അസത്യം പറഞ്ഞതിന് ശിവൻ ഈ ശിരസ് ഛേദിച്ചു. സതീദേവിയുടെ പിതാവായ ദക്ഷൻ ദേവിയെ യാഗത്തിന് ക്ഷണിക്കാതിരുന്നതിനാലും അവളെ അപമാനിച്ചതിനാലും ശിവന്റെ കോപത്തിന് പാത്രമായി. ദക്ഷയാഗം തകർത്ത ശിവൻ ദക്ഷനെ വധിക്കുകയും ചെയ്തു. ശിവൻ കൈലാസത്തിൽ ഇല്ലാതിരുന്നപ്പോൾ പാർവതി ഗണപതിയെ കാവൽ നിർത്തി. തിരിച്ചെത്തിയ ശിവനെ ഗണപതി തടഞ്ഞു. ഇതിൽ കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ ശിരസ് ഛേദിച്ചു. പിന്നീട് പാർവതിയുടെ അപേക്ഷ പ്രകാരം ഒരു ആനയുടെ തല ചേർത്തുവെച്ച് ഗണപതിയെ പുനർജീവിപ്പിച്ചു. ഇന്ദ്രനും ബൃഹസ്പതിയും ഒരിക്കൽ ശിവനെ കാണാൻ കൈലാസത്തിലെത്തി. ശിവൻ ഇന്ദ്രനെ പരീക്ഷിക്കാനായി മൗനം പാലിച്ചു. ഇതിൽ കോപിഷ്ഠനായ ഇന്ദ്രൻ ശിവനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ശിവൻ ഇന്ദ്രന്റെ കൈകൾ തളർത്തി അദ്ദേഹത്തെ ശിക്ഷിച്ചു.